98,000 feet on your way down. Are you seeing this? What the hell is that? Begin descent now. Jesus Christ, it's coming this way. I can't get down. Feel your butt. ഏലിയൻ അബ്ഡക്ഷൻ അഥവാ അന്യഗ്രഹ ജീവികളുടെ തട്ടിക്കൊണ്ടുപോകൽ, അതിനെ ബേസ് ചെയ്ത് ഒരു മുഴുവൻ വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ വിഷയം ഒരൽപ്പം വ്യത്യസ്തമാണ്. സാധാരണഗതിയിൽ നമ്മൾ കേട്ടിട്ടുള്ള ചില കഥകളിൽ അന്യഗ്രഹ ജീവികൾ തട്ടിക്കൊണ്ടുപോയവർ തിരികെ വന്നാൽ പറയുന്നത് അവരെ തട്ടിക്കൊണ്ടുപോയ അന്യഗ്രഹ ജീവികളെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ ടെക്നോളജിയെക്കുറിച്ചും അതുമല്ലെങ്കിൽ അവരുടെ ലോകത്തെക്കുറിച്ചും ആയിരിക്കും. എന്നാൽ ചിലർ വിശ്വസിക്കുന്നത് അന്യഗ്രഹ ജീവികൾ തട്ടിക്കൊണ്ടുപോയവർ തിരികെ വരുന്നില്ല എന്നാണ്. അപ്പോൾ തിരികെ വരുന്നവർ ആരായിരിക്കും? അവർ ചില ഡമ്മികളാണ് എന്നാണ് ഇവർ പറയുന്നത്. നമുക്കിടയിൽ അത്തരം ഒരുപാട് ഡമ്മികൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നും അതിലൊരു ഡമ്മിയെ നിങ്ങൾക്കും അറിയാം. വിശ്വസിക്കാൻ ഒരൽപ്പം ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ അവർ വിശദീകരിക്കുന്നത് കൃത്യമായ തെളിവുകളോട് കൂടിയാണ്. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. In 1947, the community of Corona, New Mexico experienced a strange event that caused confusion and sparked curiosity. The people reported a quick, bright dot in the sky. Some reports estimated that the light was traveling as low as 1,400 feet and as fast as 300 miles an hour. മെക്സിക്കോയിലെ വില്ല കൊറോണ എന്ന നഗരം. ആ നഗരത്തിലെ ആളുകൾ ഒരു ദിവസം ഒരു പ്രത്യേക പ്രതിഭാസത്തിന് കാഴ്ചക്കാരായി. ആകാശത്ത് വെളുത്ത നിറത്തിലുള്ള ഒരു വസ്തു, അത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നുമുണ്ടായിരുന്നു. ഏതാണ്ട് 1400 അടി മുകളിലാണ് ആ വസ്തു ഉണ്ടായിരുന്നത്. അത് സഞ്ചരിച്ചിരുന്ന വേഗത മണിക്കൂറിൽ 300 മൈലിൽ കൂടുതലായിരുന്നു. ഏതാനും മണിക്കൂറുകളോളം ആ കാഴ്ച പലരും കണ്ടു. പിന്നീട് അത് അപ്രത്യക്ഷമായി. ആ സംഭവത്തിനും ഏതാണ്ട് 10 ദിവസങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 1947 ജൂലൈ 6 മൈക്കിൾ ബിസായൽ എന്ന വ്യക്തി തൻ്റെ കൃഷിഭൂമിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. തൻ്റെ കൃഷിഭൂമിയിൽ ഒരിടത്ത് എന്തൊക്കെയോ ചിന്നിച്ചിതറിക്കിടക്കുന്നു. അതൊരു വലിയ ഫാം ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അദ്ദേഹം അതിലൂടെ സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല. ദിവസങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും മാത്രമേ അദ്ദേഹം അങ്ങനെ സഞ്ചരിക്കാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വസ്തുക്കൾ എപ്പോഴാണ് അവിടെ വീണത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ആദ്യ കാഴ്ചയിൽ ആ ചിതറിക്കിടക്കുന്ന വസ്തുക്കൾ എന്താണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വൈകിട്ട് വീണ്ടും തിരിച്ച് ഫാമിലേക്ക് വരാൻ അയാൾ തീരുമാനിച്ചു. വീട്ടിൽ ചെന്ന ഭാര്യയോടും മകനോടും താൻ കണ്ട കാഴ്ചയെക്കുറിച്ച് വിശദീകരിച്ചു. വൈകിട്ട് ഫാമിലേക്ക് അയാൾ തിരിച്ചു വരികയും ചെയ്തു. എന്നാൽ ആ വീട്ടുകാർക്കറിയില്ലായിരുന്നു മൈക്കിൾ ബിസായലിനെ അവസാനമായിട്ടാണ് അന്ന് അവർ കാണുന്നത് എന്ന്. ദിവസം 2 കഴിഞ്ഞു. മൈക്കിളിനെ കുറിച്ച് വിവരങ്ങളൊന്നും ലഭിക്കാത്തതുകൊണ്ട് അമ്മയും മകനും ഫാമിലേക്ക് ചെന്നു. മൈക്കിൾ തിരികെ ഫാമിലേക്ക് ചെന്നു എന്നതിൻ്റെ തെളിവുകൾ അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അയാൾ പറഞ്ഞ ആ അജ്ഞാത വസ്തുക്കളുടെ തെളിവുകളൊന്നും തന്നെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ നേരെ ചെന്നത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. നടന്ന സംഭവങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞു.
അവരും അന്വേഷിച്ചു. പക്ഷേ ഇന്ന് വരെ മൈക്കിളിനെ കുറിച്ച് യാതൊരുവിധ തെളിവുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ സംഭവം നടന്ന് 15 വർഷങ്ങൾക്കിപ്പുറം 1962 മെക്സിക്കോയിലെ ഒരു മാധ്യമം ഈ ഒരു വിഷയത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു അവരുടെ ഉദ്ദേശം. അവർ നേരെ ചെന്നത് മൈക്കിളിൻ്റെ വീട്ടിലേക്കും. അന്ന് അവിടെ ഉണ്ടായിരുന്നത് മൈക്കിളിൻ്റെ മകനായ വില്യം ബിസായൽ ആയിരുന്നു. അദ്ദേഹവുമായി അവരൊരു അഭിമുഖം നടത്തി. വില്യം പറയുന്ന ചില വിഷയങ്ങളുണ്ട്. അന്നേ ദിവസം മൈക്കിൾ തിരിച്ച് ഫാമിലേക്ക് പോകുന്നതിന് മുമ്പേ അവരോട് സംസാരിച്ച ചില വിഷയങ്ങൾ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നഗരത്തിലെ ചില ആളുകൾ ആകാശത്തിൽ കണ്ട ആ വെളിച്ചവും തൻ്റെ ഫാമിൽ കിടക്കുന്ന അവശിഷ്ടങ്ങളും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട് എന്ന് മൈക്കിൾ സംശയിച്ചിരുന്നു. എവിടെയും കണ്ട് പരിചയമില്ലാത്ത ചില വസ്തുക്കളായിരുന്നു അന്ന് മൈക്കിൾ അവിടെ കണ്ടത് എന്ന് വില്യം പറയുന്നു. മൈക്കിളിനെ കാണാതായത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ തലേ ദിവസം ഫാമിലേക്ക് ഏതാനും പട്ടാളക്കാർ കടന്നുപോയത് കണ്ടവരുണ്ട്. അവരായിരിക്കാം ഒരുപക്ഷെ ആ അവശിഷ്ടങ്ങൾ അവിടെ നിന്നും എടുത്തു മാറ്റിയത്. യഥാർത്ഥത്തിൽ അന്ന് എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക? പൊതുവെ വിശ്വസിക്കപ്പെടുന്ന ഒരു വൈൽഡ് തിയറി എന്താണെന്ന് വെച്ചാൽ, നഗരത്തിലെ ആളുകൾ അന്ന് രാത്രി കണ്ട വെളിച്ചം ഒരു അന്യഗ്രഹ പേടകമാകാമെന്നും അതൊരു അപകടത്തിൽപ്പെട്ട് മൈക്കിളിൻ്റെ കൃഷിഭൂമിയിൽ തകർന്നു വീണതാകാം മൈക്കിൾ കണ്ട അവശിഷ്ടങ്ങൾ എന്നുമാണ്. രണ്ടാമതായി അയാൾ തിരികെ വന്നപ്പോൾ അന്യഗ്രഹ ജീവികളുമായി നേരിട്ട് കാണേണ്ട ഒരു സാഹചര്യമുണ്ടായി എന്നും അതാകാം ആ തിരോധാനത്തിന് കാരണം എന്നുമാണ്. മൈക്കിൾ മരണപ്പെടുകയോ മറ്റോ ചെയ്തിരുന്നുവെങ്കിൽ മൃതദേഹമെങ്കിലും കണ്ടെത്തുമായിരുന്നു. കുടുംബവും ഫാമും വിട്ട് നാട് വിട്ടു പോകേണ്ട ഒരു അവസ്ഥയും അയാൾക്കുണ്ടായിരുന്നില്ല തന്നെ. അതുകൊണ്ട് തന്നെ ഈ വൈൽഡ് തിയറിയിൽ വിശ്വസിക്കുന്നവർ ഒരുപാടാണ്. അതുമാത്രമല്ല, വില്യം ബിസായലിന് അതിനുശേഷം സംഭവിച്ച ചില വിഷയങ്ങൾ കൂടി കേട്ടാൽ നിങ്ങളും ഈ വൈൽഡ് തിയറിയിൽ വിശ്വസിച്ചു പോകും. ആ അഭിമുഖത്തിന് ശേഷം 24 വർഷങ്ങൾക്കിപ്പുറമാണ് വില്യം ബിസായൽ മറ്റു ചില തെളിവുകളുമായി പുറത്തു വരുന്നത്. വെറും കഥകൾ മാത്രമല്ല, കൃത്യമായ തെളിവുകൾ. 1986 മാർച്ചിൽ അദ്ദേഹം കൊണ്ടുവന്നത് ചില നൈറ്റ് വിഷൻ ചിത്രങ്ങളായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ അമ്മ മരണപ്പെട്ടിരുന്നു. ആ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളുമാണ്. അവരോടൊപ്പം അവരറിയാതെ മറ്റു ചിലരും. തുടക്കത്തിൽ ഇതെല്ലാം വെറും തോന്നലുകൾ മാത്രമാണ് എന്നാണ് അവർ കരുതിയത്. എന്നാൽ 3 പേർക്കും ഒരുപോലുള്ള തോന്നലുകൾ വന്നപ്പോൾ ഒരു ക്യാമറ വയ്ക്കാമെന്ന് തീരുമാനിച്ചു. ആ ക്യാമറയിലാണ് അവരറിയാതെ അവരോടൊപ്പം ജീവിക്കുന്ന ആ കറുത്ത രൂപങ്ങളെ അവർ കണ്ടത്. അടഞ്ഞുകിടക്കുന്ന വീടിനുള്ളിലേക്ക് അവർക്ക് എങ്ങനെയാണ് കടക്കാൻ സാധിക്കുന്നത്? ഏതാനും വീഡിയോകൾക്ക് മുമ്പ് ഷാഡോ പീപ്പിൾ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട്, മറ്റൊരു ഡയമെൻഷനിൽ ചിലപ്പോൾ ജീവിക്കുന്ന ജീവികളെ നമുക്ക് നിഴലുകൾ മാത്രമായിട്ടാകാം കാണാൻ സാധിക്കുന്നത് എന്ന്. അതിന് കാരണമായി പറയുന്നത് വെളിച്ചം നമ്മുടെ ഡയമെൻഷനിൽ മാത്രമാണെങ്കിലോ എന്നതാണ്. നമുക്കറിയാത്ത ഒരു എൻറ്റിറ്റി നമ്മുടെ ഡയമെൻഷനിലേക്ക് കടന്നു വരുമ്പോൾ ചിലപ്പോൾ കാണുന്നത് നിഴൽ പോലെയാണെങ്കിലോ എന്നൊരു സിദ്ധാന്തമുണ്ട്. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് വില്യമും വിശ്വസിക്കുന്നത്. തൻ്റെ പിതാവിൻ്റെ തിരോധാനത്തിന് കാരണമായവരാണ് ഈ കടന്നു വരുന്നത് എന്ന്. അങ്ങനെ അവർ വീണ്ടും കടന്നു വരുന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശ്യം എന്തായിരിക്കും? I know you took him. Where is he? What did you do to my father? I've been searching for him all those years. I had my mind off him until you guys came. What do you want, for God's sake? ആ സംഭവത്തിനും 1 മാസത്തിന് ശേഷം ആ നഗരം കേൾക്കുന്നതും മറ്റൊരു തിരോധാന വാർത്തയാണ്. മൈക്കിളിനെ പോലെ അദ്ദേഹത്തിൻ്റെ മകൻ വില്യം ബിസായലും അപ്രത്യക്ഷനായിരിക്കുന്നു എന്ന വാർത്ത. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഒരുപാട് അന്വേഷിച്ചുവെങ്കിലും യാതൊരുവിധ തെളിവുകളും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അന്നേ ദിവസം വൈകിട്ട് ഗരാഷിൽ ജോലി ചെയ്യുകയായിരുന്നു വില്യം. പെട്ടെന്ന് പവർ പോയതായി പറയപ്പെടുന്നു. പവർ തിരികെ വന്നിട്ടും ഗരാഷിൽ നിന്നും ശബ്ദമൊന്നും കേൾക്കാത്തതിനെ തുടർന്ന് മകൾ അന്വേഷിച്ചു ചെന്നു. അവിടെ അവർക്ക് വില്യമിനെ കാണാൻ കഴിഞ്ഞില്ല. നാട്ടുകാരും പോലീസുകാരും ഒന്നിച്ച് അന്വേഷിച്ചുവെങ്കിലും വില്യമിനെക്കുറിച്ച് യാതൊരുവിധ തെളിവുകളും ഇന്നുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് ബിസായൽ ഫാമിലിയുടെ കഥയാണ്. ആ തിരോധാനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച അന്യഗ്രഹ ജീവികളെ
ആരും നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും അതിന് പിന്നിൽ അന്യഗ്രഹ ജീവികൾ തന്നെയാണ് എന്നാണ് ഒരു വലിയ ശതമാനം ആളുകളും വിശ്വസിക്കുന്നത്. 1947 മൈക്കിൾ അപ്രത്യക്ഷനാവുന്നത്. 1986 വില്യം അപ്രത്യക്ഷനാവുന്നത്. ഈ രണ്ട് തിരോധാനങ്ങളോടൊപ്പവും ഇന്റർനെറ്റിൽ പരക്കുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കും പരിചിതമായ ഒരു പേരായിരിക്കാം അത്. ആ പേര് നീൽ ആംസ്ട്രോങ് എന്നാണ്. 1969 ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യനെ കുറിച്ചാണോ നിങ്ങൾ ഈ പറയുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. അതേ നീൽ ആംസ്ട്രോങ് തന്നെ. അദ്ദേഹം തന്നെയാണ് ഈ കഥയിലെ വില്ലൻ. അതിന് കാരണമായ സംഭവം നടക്കുന്നത് അദ്ദേഹം ചന്ദ്രനിൽ കാലുകുത്തുന്നതിനും 7 വർഷങ്ങൾക്ക് മുമ്പാണ്. 1962 ജൂലൈ 26 X-15 പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള വിമാനങ്ങളിൽ 3ാമത്തെ വിമാനത്തിന്റെ പൈലറ്റായിരുന്നു നീൽ ആംസ്ട്രോങ്. X-15 എന്നാൽ ശബ്ദത്തേക്കാൾ 5 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് റോക്കറ്റ് പ്ലെയിനുകളാണ്. 1959 മുതൽ 1968 വരെയുള്ള കാലഘട്ടങ്ങളിൽ 199 തവണ അതിവേഗത്തിൽ ഇത്തരം പ്ലെയിനുകൾ സ്പേസിലേക്ക് പറന്നു പൊന്തിയിട്ടുണ്ട്. അന്ന് ആ വിമാനത്തിൻ്റെ പൈലറ്റായിരുന്നു നീൽ ആംസ്ട്രോങ്. എല്ലാം സാധാരണ പോലെ തന്നെയായിരുന്നു ആകാശത്ത് അദ്ദേഹം ആ കാഴ്ച കാണുന്നത് വരെ. feet on your way down. Are you seeing this? What the hell is that? Begin descent now. Jesus Christ, it's coming this way. I can't get down. Feel your butt. X-Filesൽ ആ വീഡിയോയുടെ സെൻസർ ചെയ്ത കോപ്പി മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. എന്തുകൊണ്ട് ആ വീഡിയോയിൽ ആ വസ്തു സെൻസർ ചെയ്തു എന്നത് വ്യക്തമല്ല. വീഡിയോയിൽ പറയുന്നത് ഫോർ വ്യൂവേഴ്സ് സേക്ക് എന്നാണ്. എന്താണ് ആ വസ്തു? അത് മനുഷ്യനിർമ്മിതമായ ഒരു വസ്തുവല്ലല്ലോ എന്ന് നീൽ ആംസ്ട്രോങ് പറയുന്നത് വീഡിയോയിൽ വ്യക്തമായി നമുക്ക് കേൾക്കാം. ജീസസ് ക്രൈസ്റ്റ്, ആ നാശം നമ്മുടെ നേർക്കാണല്ലോ വരുന്നത്. അത് ആ വിമാനത്തോട് അടുക്കുമ്പോഴുള്ള മൂളലും നമുക്ക് കേൾക്കാം. സെൻസർ ചെയ്ത ആ കറുത്ത ഭാഗത്തിന് പുറത്തേക്ക് നീണ്ടുവരുന്ന കൈകൾ പോലുള്ള ആ ഭാഗം നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാം. ആ കൈകൾ വിമാനത്തെ ഒന്ന് തള്ളി വിടുമ്പോൾ അത് നിയന്ത്രണം വിടുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. അതേതെങ്കിലും ജീവിയുടെ കൈകളാണോ അതോ അവരുടെ വാഹനത്തിൻ്റെ യന്ത്രക്കൈകളാണോ എന്നത് വ്യക്തമല്ല. നിയന്ത്രണം വിട്ട വിമാനം ഭൂമിയിലേക്ക് അപകടമില്ലാതെയാണ് വന്നിറങ്ങിയത് എന്നും അതിൻ്റെ ക്യാമറ നശിച്ചു പോയിരുന്നു എന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. ആ യാത്രയ്ക്ക് ശേഷമുള്ള നീൽ ആംസ്ട്രോങ്ങിൻ്റെ ചിത്രവും ആ വീഡിയോയിൽ കാണാൻ സാധിക്കും. അതിനുശേഷം ക്ഷീണം തോന്നിയ അദ്ദേഹം മെമ്മറി ടാബ്ലറ്റ്സ് കഴിച്ചതായും പറയപ്പെടുന്നു. പലരും വിശ്വസിക്കുന്നത് ആ സംഭവത്തിന് ശേഷം തിരികെ വന്നത് നീൽ ആംസ്ട്രോങ് അല്ല എന്നും അദ്ദേഹത്തിൻ്റെ ഒരു ഡമ്മിയാണ് എന്നുമാണ്. ചുമ്മാ അങ്ങനെ പറയുന്നതല്ല, അവർ കൃത്യമായ ചില തെളിവുകളും വിശദീകരിക്കുന്നുണ്ട്. കള്ളമാണോ സത്യമാണോ എന്നറിയില്ല, ആ തെളിവുകൾ നമ്മെ ഒന്ന് സംശയിപ്പിച്ചേക്കാം. 1930 നീൽ ആംസ്ട്രോങ് ജനിക്കുന്നത്. അന്ന് മുതലുള്ള പല ചിത്രങ്ങളും വിശദീകരിച്ചുകൊണ്ടാണ് നീൽ ആംസ്ട്രോങ്ങിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ വിശദീകരണങ്ങളിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ട് എങ്കിൽ 1969 ചന്ദ്രനിൽ കാലുകുത്തിയത്
ഒരു മനുഷ്യനല്ല. അതിനു പകരം അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വിട്ട ഒരു ഡമ്മിയാണ് എന്ന് പറയേണ്ടി വരും. ഇതിനെ ഒരു തമാശയായി നമ്മൾ കാണുകയാണെങ്കിലും നമുക്ക് തോന്നാവുന്ന ഒരു ആശയക്കുഴപ്പമുണ്ട്. അതായത് 1962 ശേഷം നീൽ ആംസ്ട്രോങ്ങിൻ്റെ മുഖത്തിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അതായത് പ്രായം അദ്ദേഹത്തിൻ്റെ മുഖത്തെ ബാധിച്ചിട്ടില്ല എന്ന്. ഈ വിഷയത്തിൽ ഈ ഭാഗത്തെ ഒരു തമാശയായാണ് ഞാൻ കാണുന്നത്. പക്ഷെ അതിനെയും കാര്യമായി കാണുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. അവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ചില വിഷയങ്ങളാണ് ഇതോടൊപ്പം പിന്നീട് പറയപ്പെടുന്നത്. അതായത് 2012 നീൽ ആംസ്ട്രോങ് മരണപ്പെടുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ 2022 അദ്ദേഹം ഭൂമിയിൽ നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവുകൾ കൂടി അവർ വിശദീകരിക്കുന്നുണ്ട്. അതിന് കൊടുക്കേണ്ട ഗൗരവത്തോടു കൂടി മാത്രം കണ്ടാൽ മതി. പക്ഷേ അപ്പോഴും നിലനിൽക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ വീഡിയോ യാഥാർത്ഥ്യമാണ് എങ്കിൽ അതിൽ സെൻസർ ചെയ്ത ആ വസ്തു എന്തായിരിക്കും? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് റെഡിറ്റിൽ പോസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വീഡിയോയെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. ആ വീഡിയോയിൽ പറയുന്നത് മൈക്കിളിൻ്റെ തിരോധാനത്തെക്കുറിച്ചും വില്യത്തിൻ്റെ തിരോധാനത്തെക്കുറിച്ചും ശേഷം നീൽ ആംസ്ട്രോങ് നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചുമാണ്. സ്വാഭാവികമായും മൈക്കിളിൻ്റെ തിരോധാനവും വില്യത്തിൻ്റെ തിരോധാനവും തമ്മിൽ ബന്ധമുണ്ട്. പക്ഷേ ഇതിനോട് നീൽ ആംസ്ട്രോങ്ങിൻ്റെ അനുഭവം എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. യുക്തിപരമായി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഭൂമിയിൽ നിന്നും അന്യഗ്രഹ ജീവികൾ അബ്ഡക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന മനുഷ്യർ തിരികെ വരുന്നത് ഒരു ഡമ്മിയായാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആയിരിക്കാം ഈ 3 വീഡിയോകളും മിക്സപ്പ് ചെയ്ത് റെഡിറ്റിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടത്. മൈക്കിൾ ബിസായിൽ അപ്രത്യക്ഷമാകുന്നത് 1947 1962 X-15 ഭാഗമായി നീൽ ആംസ്ട്രോങ് ആ അന്യഗ്രഹ പേടകത്തെ കാണുന്നത്. 1986 വില്യം ബിസായൽ അപ്രത്യക്ഷമാകുന്നത്. 2021 ഈ ഒരു പോസ്റ്റ് റെഡിറ്റിൽ വരുന്നത്. അത് 1ാം ഭാഗമായിട്ടാണ് വരുന്നത് എന്ന് ആ പോസ്റ്റിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2ാം ഭാഗം ഉടൻ തന്നെ റിലീസാകും എന്ന്. വർഷങ്ങൾ 3 കഴിഞ്ഞിട്ടും ഇതുവരെ അതേക്കുറിച്ച് യാതൊരുവിധ അപ്ഡേറ്റും ആ അക്കൗണ്ടിൽ നിന്നും വന്നിട്ടുമില്ല. ഇനി ചിലപ്പോൾ വരാൻ പോകുന്ന ആ 2ാം ഭാഗത്തിലായിരിക്കാം ഈ 3 വീഡിയോകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. അതല്ല എങ്കിൽ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാകാം, അത് നമുക്ക് മനസ്സിലാകാത്തതാവാം. എന്നിരുന്നാലും ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകമാണ് ഉണ്ടായത്. ആ കൗതുകം നിങ്ങളിലേക്കും എത്തിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ